ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് തുടങ്ങിയിരുന്നു. ഇന്ന് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ അതുകൂടി കാണുക. കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്കോളജിയുടെ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. UPSA 2020 നവംബറിൽ നടന്ന സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞല്ല പോകുന്നത്, അതിൻ്റെ ഡിസ്കഷൻ കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാർട്ട് 1 കാണാത്തവർ അതുകൂടെ കാണുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. കണ്ടൻറ്റ് പഠിക്കുന്നതിന് കൂടെ തന്നെ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ പഠിക്കുന്നത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? ഏതാണ്? ഉദാത്തീകരണം. ഉദാത്തീകരണം അഥവാ സപ്ലിമേഷൻ. ഓപ്ഷൻ സി ഉദാത്തീകരണം. ഇവിടെ ഉദാത്മീകരണം എന്നുള്ളത് അത് ഉദാത്തീകരണം ആണ് കേട്ടോ. ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചതാണിത്? ഡിഫൻസ് മെക്കാനിസം, സമായോജന തന്ത്രങ്ങൾ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സമായോജന തന്ത്രങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അതിൽ വരുന്ന ഒരു പ്രധാന പ്രതിരോധ തന്ത്രമാണ് ഉദാത്തീകരണം അഥവാ സപ്ലിമേഷൻ. അപ്പം എന്താണ് ഉദാത്തീകരണം? ജീവിത അഭിലാഷങ്ങളിലും വികാരങ്ങളിലും അധിഷ്ഠിതമായ സഹജവാസങ്ങളെ വിവിധ ആദർശനങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന തന്ത്രമാണ് ഉദാത്തീകരണം അഥവാ സപ്ലിമേഷൻ. എന്താണ്? ജീവിത അഭിലാഷങ്ങളിലും വികാരങ്ങളിലും അധിഷ്ഠിതമായ സഹജവാസങ്ങളെ വിവിധ ആദർശനങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന തന്ത്രം. ഈ പ്രതിരോധ തന്ത്രങ്ങളൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ എക്സാമ്പിൾ തന്നെയാണ് ചോദിക്കാറ്. അപ്പോൾ എന്താണ് എക്സാമ്പിൾ? കുട്ടികൾ ഇല്ലാത്തവർ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പരിപാലനം നടത്തുന്നു. കുട്ടികൾ ഇല്ലാത്തവർ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പരിപാലനം നടത്തുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതായത് മക്കളില്ലാത്ത നിരാശ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മക്കളില്ലാത്ത നിരാശ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ അത് ഒഴിവാക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ് ശരി? സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഓപ്ഷൻ ബി സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. അപ്പം ഇതിൻ്റെ ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം അഥവാ അമൂർത്തനം, സാമാന്യവൽക്കരണം. സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ബ്രൂണർ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയദാന മാതൃക അഥവാ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ബ്രൂണർ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയദാന മാതൃക. അതിൽ വരുന്ന പ്രക്രിയാഘട്ടങ്ങളാണ് സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആരൊക്കെയാണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്? മാക്സ് വെർത്തിമർ, ജോൺ മേയർ, ഡാനിയൽ കോൾമാൻ, പീറ്റർ സലോവ. മാക്സ് വെർത്തിമർ, ജോൺ മേയർ, ഡാനിയൽ കോൾമാൻ,
പീറ്റർ സലോവ. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? എന്താ? മാക്സ് വെർത്തിമർ ആരാണ്? മാക്സ് വെർത്തിമർ സമഗ്രതാവാദത്തിൻ്റെ പിതാവാണ്. സമഗ്രതാവാദത്തിൻ്റെ പിതാവാണ് മാക്സ് വെർത്തിമർ. എന്നാൽ ജോൺ മേയർ, ഡാനിയൽ കോൾമാൻ, പീറ്റർ സലോവ ഇവരൊക്കെ ആരാണ്? വൈകാരിക ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? വൈകാരിക ബുദ്ധിയെക്കുറിച്ച് പഠനം നടത്തിയവരാണ് ജോൺ മേയർ, പീറ്റർ സലോവ. വൈകാരിക ബുദ്ധി എന്ന ആശയം പ്രസിദ്ധമായത് ഡാനിയൽ കോൾമാനിലൂടെയാണ്. അതുകൊണ്ട് ജോൺ മേയർ, ഡാനിയൽ കോൾമാൻ, പീറ്റർ സലോവ എന്നിവരെ വൈകാരിക ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? കൂട്ടത്തിൽ പെടാത്തതല്ലേ? അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? മാക്സ് വെർത്തിമർ. മാക്സ് വെർത്തിമർ സമഗ്രതാവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഏത് ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായോ? മനോവിശ്ലേഷണ സമീപനം. മനോവിശ്ലേഷണ സമീപനം, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സമീപനം എന്ന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം 3 സിദ്ധാന്തങ്ങൾ പറഞ്ഞിരുന്നു. വ്യക്തിത്വത്തിൻ്റെ ഘടന അഥവാ തിയറി ഓഫ് പേഴ്സണൽ സ്ട്രക്ചർ. അതിൽ മനുഷ്യ മനസ്സിൻ്റെ ഘടകങ്ങളായ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ? മനുഷ്യ മനസ്സിൻ്റെ ഘടകങ്ങളാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഘടകം ഏതാണ്? മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈഗോ, അഹം അല്ലേ? ഈഗോ, അഹം ആണ് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. ഈഗോ, അഹം എന്ന ഘടകത്തിൻ്റെ 2-3 പോയിന്റ്സ് നോക്കാം. അബോധതലവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒന്നാണ്. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അബോധതലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്നത് ആരാണ്? അഹം. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നു. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നു. വ്യക്തിത്വത്തിൻ്റെ നിർവാഹകൻ. വ്യക്തിത്വത്തിൻ്റെ നിർവാഹകൻ അല്ലെങ്കിൽ പാലകൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം എന്തൊക്കെയാണ്? അബോധതലവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒന്നാണ്. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്നു. മനുഷ്യനിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നു. വ്യക്തിത്വത്തിൻ്റെ നിർവാഹകൻ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായിട്ട് നിർദ്ദേശിച്ചതായിട്ട് കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായിട്ട് കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് എന്താണ് ക്വസ്റ്റ്യന്? അതായത് ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കി. അതിൽ ലീന എന്ന കുട്ടി അനുവിനെ, ലീന അനുവിനെയും അനു കരിഷ്മ, കരിഷ്മ ലീന, ലീന അനു, അനു കരിഷ്മ, കരിഷ്മ ലീനയായിട്ടും കൂട്ടുകാരായിട്ട് നിർദ്ദേശിച്ചു. അപ്പോൾ ഏതാണ് വരിക? ഏതാണ്? ക്ലിക്കുകളല്ലേ വരിക? ക്ലിക്കുകളാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇത് സോഷ്യോമെട്രി അഥവാ സാമൂഹ്യമിതി എന്ന ഭാഗത്ത് നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? JL മൊറിനോ ആണ് സോഷ്യോമെട്രി അഥവാ സാമൂഹ്യമിതി ആവിഷ്കരിച്ചത്. JL മൊറിനോ. എന്താണ് സോഷ്യോമെട്രി? ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയാണ് സാമൂഹ്യമിതി. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയാണ് സാമൂഹ്യമിതി.
ഇത് ആവിഷ്കരിച്ചത് JL മോറിനോ ആണ്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിക്കുകൾ, ക്ലിക്സ്. എന്താണത്? 2-3 പേര് ഉൾപ്പെടുന്ന രഹസ്യക്കൂട്ടുകൾ. 2-3 പേര് ഉൾപ്പെടുന്ന രഹസ്യക്കൂട്ടുകളാണ് ക്ലിക്സ്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ്? ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ്? ഏതാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് ഇവിടെ കാണപ്പെടുന്നത്. വസ്തുക്കളുടെ സ്ഥാനനിർണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രണം നടത്തുന്നതിനും ഒന്നിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിൻ്റെ സവിശേഷതകൾ രൂപാന്തരം ഉണ്ടായിരുന്നപ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനുമുള്ള ബുദ്ധിയാണ് ദൃശ്യസ്ഥലപര ബുദ്ധി. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുന്നതാണ് നല്ലത്. എക്സാമിനും എക്സാമ്പിൾ തന്നെയാണ് ചോദിക്കാറ്. അപ്പോൾ എന്തൊക്കെയാണ്? പോസ്റ്റർ, ചിത്രരചന, ഭൂപടം, ഷോർട്ട് പുട്ട്, ജാവലിന്, ഇതൊക്കെ എന്താണ് ഇതിൽ വരുന്നതാണ്. കളിമൺ രൂപം നിർമ്മിക്കുന്ന കുട്ടിയിൽ പ്രകടമാവുന്നത് ഒക്കെ എന്താണ്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെ ഇട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് ഏതാ ഘട്ടം? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെ ഇട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് ഏതാണ്? ഓപ്ഷൻ ഡി, സംവേദക ചാലക ഘട്ടം. ഏതാണ്? സംവേദക ചാലക ഘട്ടം. ഇത് ഏത് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്? ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികസനം. വൈജ്ഞാനിക വികസനം. പിയാഷെ കുട്ടികളിൽ വൈജ്ഞാനിക വികസനം എങ്ങനെ നടക്കുന്നു എന്ന് വിശദീകരിക്കാൻ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലേതൊക്കെയാണ്? സംവേദക ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ്. പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ് ഏതാണ്? ഏത് രീതിയാ? പഠനം തന്നെ വിലയിരുത്തൽ. ഏതാണ്? പഠനം തന്നെ വിലയിരുത്തൽ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് അസസ്മെൻറ്റ്, വിലയിരുത്തൽ എന്ന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. ഏതൊക്കെ വിലയിരുത്തലുണ്ട്? പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. അതിൽ പഠനം തന്നെ വിലയിരുത്തൽ അല്ലെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനം, അതായത് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, സെൽഫ് ഇവാലുവേഷൻ, സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുക, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലേ? പഠനം നടക്കുന്ന വേളയിൽ തന്നെ കുട്ടി സ്വയം വിമർശനാത്മകമായിട്ട് പരിശോധിക്കുന്ന രീതിയാണ് വിലയിരുത്തൽ തന്നെ പഠനം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പഠനം തന്നെ വിലയിരുത്തൽ. ഓപ്ഷൻ സി, പഠനം തന്നെ വിലയിരുത്തൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ആരാണ്? ഓപ്ഷൻ എ, ഫ്ലേവൽ. ആരാണ്? ഫ്ലേവൽ. എന്താണ് അതീത ചിന്ത അഥവാ മെറ്റാകോഗ്നീഷൻ? മെറ്റാകോഗ്നീഷൻ, അതീത ചിന്ത എന്നത് ഒരു വ്യക്തിയുടെ വിജ്ഞാനത്തെയും അറിവിനെയും കുറിച്ചുള്ള അവബോധത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്ത്? മെറ്റാകോഗ്നീഷൻ, അതീത ചിന്ത. അതായത് ഒരു വ്യക്തിയുടെ അറിവിനെയും വിജ്ഞാനത്തെയും കുറിച്ചുള്ള എന്താണ്?
അവബോധത്തെ സൂചിപ്പിക്കുന്നതാണ് അതീത ചിന്ത അഥവാ മെറ്റാകോഗ്നിഷൻ. അപ്പോൾ അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഫ്ലേവൽ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഇവിടെ ഘട്ടസിദ്ധാന്തം ആരാണ്? ജീൻ പിയാഷെ. ശരിയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? ജീൻ പിയാഷെയുടെ ഘട്ടങ്ങൾ പറഞ്ഞല്ലേ? അപ്പോൾ ഘട്ടസിദ്ധാന്തം ജീൻ പിയാഷെ, അത് ശരിയാണ്. ഇനി ഓപ്ഷൻ ബി, ബോധാന്വേഷ വർഗീകരണം ആരാണ്? ബെഞ്ചമിൻ ബ്ലൂം. അതും ശരിയാണ് അല്ലേ? ഇനി സഹവർത്തിത പഠനം വൈഗോട്സ്കി. അതും ശരിയാണ് അല്ലേ? അപ്പം ഇവിടെ ഓപ്ഷൻ ഡി നോക്ക്. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരുടേതാണ്? കാൾ റോജേഴ്സിൻ്റെയാണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൽപോർട്ട് എന്താണ്? വ്യക്തി ഗുണവിശേഷങ്ങളൊക്കെ പറയുന്നതാണ് അല്ലേ? ഇത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം കാൾ റോജേഴ്സിൻ്റെതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. UPSA 2020 നവംബറിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 10 ക്വസ്റ്റ്യൻ വീതം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി എക്സാമിന് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. കേട്ടിട്ട് എക്സാമിന് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അത് മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. കേട്ടിട്ട് എക്സാമിന് മുമ്പ് തന്നെ സൈക്കോളജിയുടെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി തരുന്നത് ഡെയിലി അന്നന്ന് തന്നെ പഠിക്കുക.